ഇവിടുന്ന് ഈ സ്പേസ് സ്റ്റേഷനിലെ ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷനാണ്, വലിയതാണ്, 2 ഫുട്ബോൾ കോർട്ടിൻ്റെ വലിപ്പമുണ്ട്. അതിങ്ങനെ ഓർബിറ്റിൽ കടന്ന് കറങ്ങുകയാണ് 400 കിലോമീറ്റർ മുകളിൽ. അവിടേക്ക് കാർഗോ ഇടയ്ക്കിടയ്ക്ക് പോകുന്നുണ്ട്. ഇവിടുന്ന് ഭക്ഷണം, ഓക്സിജൻ എല്ലാമായിട്ട് ഇവർക്ക് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും ഇടയ്ക്കിടയ്ക്ക് ഇവിടുന്ന് അവിടെ ചെല്ലുന്നുണ്ട് കേട്ടോ. അങ്ങനെ അത് ഉണ്ട് എല്ലാ, അതായത് നമ്മുടെ ഈ പ്രപഞ്ചം അത് എങ്ങനെയാ വെച്ചാൽ അദ്ദേഹം ഇങ്ങനെ നിരീക്ഷിച്ചപ്പോൾ എല്ലാ പ്രപഞ്ച വസ്തുക്കളും പരസ്പരം അകന്നകന്ന് പോയിക്കൊണ്ടിരിക്കുകയാണെന്നാണ് മനസ്സിലായത്. അപ്പം ഇപ്പോൾ അകന്നു തോന്നുന്നു. അപ്പോൾ ഒരു 1000 വർഷം മുമ്പ് കുറച്ചുകൂടെ അടുത്തായിരുന്നില്ലേ, ഒരു 10,000 വർഷം മുമ്പ് കുറച്ചുകൂടെ അടുത്തായിരുന്നില്ലേ, ഒരു 50,000 വർഷം മുമ്പ് കുറച്ചുകൂടെ അടുത്തായിരുന്നില്ലേ അല്ലേ? അങ്ങനെ കണക്കാക്കി പോയപ്പോൾ 13 ബില്യൺ 1300 കോടി വർഷങ്ങൾക്ക് മുമ്പ് ഇതെല്ലാം കൂടെ ചേർന്ന് ഒരൊറ്റ സാധനമാണ്. എന്താ കാരണം പറഞ്ഞത്? ഒരു സുപ്രഭാതത്തിൽ ഭൂമി നമുക്ക് പൊട്ടിത്തെറിച്ചു. ആ പൊട്ടിത്തെറിച്ച സാധനമാണ് സൂര്യനും ഭൂമിയും സൗര്യതോ ഒക്കെയായി മാറിയത്. ആ പൊട്ടിത്തെറിയുടെ ആഘാതത്തിൽ അതിങ്ങനെ അകന്നകന്ന് പോയിക്കൊണ്ടിരിക്കും. ആ ആഘാതം ഇപ്പോഴും നമ്മുടെ യൂണിവേഴ്സിലുണ്ട്. എങ്ങനെയാണ് മോളെ പറഞ്ഞു മനസ്സിലാക്കുക? വോംഹോൾ എന്ന് പറയുന്ന സാധനം, വോംഹോൾ എന്ന് പറയുന്നത് ഒരു ഷോർട്ട് കട്ടാണ്. ഇവിടുന്ന് മൂക്കയിൽ ഇങ്ങനെ പിടിച്ചു, അതിനെക്കാട്ട് നല്ല ഇങ്ങനെ പിടിക്കുന്നത് ഇത് ഷോർട്ട് കട്ടാണ്. ഇവിടുന്ന് തൃശ്ശൂർക്ക് പോകാൻ ഈ വഴിയുണ്ട്. ഏതെങ്കിലും ഷോർട്ട് കട്ട് ഉണ്ടെങ്കിൽ നമ്മൾ അതുവഴി പോകില്ല. എന്ന് പറഞ്ഞതുപോലെ സ്റ്റാർസിലേക്ക് എത്താനുള്ള ഒരു സാങ്കല്പികമായ ഷോർട്ട് കട്ടാണ് വോംഹോൾ. അതൊക്കെ ഇപ്പോഴും സയൻസ് ഫിക്ഷനിലൊക്കെ നടന്നിട്ടുള്ളൂ. വോംഹോളൊന്നും ആ രീതി കണ്ട അതിനുള്ള സാധ്യതകളുണ്ട് എന്നുള്ളത് മാത്തമാറ്റിക്കലി കണ്ടെത്തിയിട്ടുണ്ട്, അല്ലാതെ സാറിന് റിയലി കണ്ടെത്തിയിട്ടൊന്നുമില്ല. ജെയിംസ് വെബ് അതെന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഫോട്ടോകളുണ്ടല്ലോ, അത് പ്രോസസ്സ് ചെയ്യുന്ന ഫോട്ടോകൾ തന്നെയാണ്. അത് നമുക്ക് ഫോട്ടോ എടുത്തിട്ട് അത് കൂടുതൽ വ്യക്തത വരുത്താൻ വേണ്ടി ആ ഫോട്ടോകൾ പ്രോസസ്സ് ചെയ്യും, അതിൻ്റെ ക്ലാരിറ്റിക്ക് വേണ്ടിയിട്ട്. അതായത് ഒരു ഫോട്ടോ അല്ല എടുക്കുന്നത്, ഒരെണ്ണമല്ല, 100 കണക്കിന് ഫോട്ടോ എടുത്ത് ഇതെല്ലാം കൂടെ കമ്പൈൻ ചെയ്തതാണ് നമ്മൾ കാണുന്നത്. അല്ലാതെ നമ്മളിപ്പോൾ ഇവിടുന്ന് ഇപ്പം നിങ്ങളുടെയൊക്കെ ഫോട്ടോ എടുക്കുന്നതുപോലെ ക്യാമറ എടുത്ത് ഫോട്ടോ എടുക്കുന്നതല്ല, അങ്ങനെ എടുക്കാൻ കഴിയില്ല. അതിൽ വലിയൊരു മിററുണ്ട്. ആ മിററെന്ന് പറഞ്ഞാൽ 1000 ചെറിയ മിററുകളുണ്ട്. ആ മിററുകൾ എല്ലാം കൂടെ റിഫ്ലക്റ്റ് ചെയ്യുന്നത് ഒരു ഡിറ്റക്ടറിലെടുത്ത് അതിനെ പ്രോസസ്സ് ചെയ്ത് ആ ഫോട്ടോയാണ് നമ്മൾ കാണുന്നത്. നമുക്ക് അത് അങ്ങനെയാണ് അതിൻ്റെ പ്രോസസ്സ്. അതായത് പറഞ്ഞല്ലോ, ഇപ്പം ഇന്റർസ്റ്റെല്ലർ എന്ന് പറഞ്ഞ ഒരു സയൻസ് ഫിക്ഷൻ മൂവിയാണ്. അതിൻ്റെ അകത്ത് എല്ലാ കാര്യങ്ങളൊന്നും, അതിൻ്റെ അകത്ത് ഒരു 10% കാര്യങ്ങളെ ഇപ്പോഴും ഇവിടെ യാഥാർത്ഥ്യമായിട്ടുള്ളൂ. ഇതിൻ്റെയൊക്കെ സാധ്യതകളാണ്. പൂർണ്ണമായിട്ടും അതൊന്നും അവർക്ക് ഇനി ഏത് കാലത്തിലൂടെ നടക്കും, റിയാലിറ്റി നടക്കുമെന്ന് പറയാൻ പറ്റില്ല. എന്തെങ്കിലും നടന്നിട്ടുണ്ട്. ഇപ്പം കഴിഞ്ഞ നൂറ്റാണ്ടിലൊക്കെ ഈ ജൂൾസ് വേൾഡ് അല്ലെങ്കിൽ അങ്ങനെ ആ സമയത്തൊക്കെ ഉണ്ടാകുന്ന ചില ഈ സയൻസ് ത്രില്ലറുകളുണ്ട്. അതിൻ്റെ ഒരെണ്ണത്തിൽ തന്നെ ഞാൻ വായിച്ചെന്താണെന്നറിയോ, ആ വാഹനം 60 കിലോമീറ്റർ വേഗതയിൽ പാഞ്ഞു. 100 വർഷം മുമ്പാണ്. ആ 100 വർഷം മുമ്പ് 60 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ വലിയ വേഗതയാണ്. ഇന്ന് 60 കിലോമീറ്റർ വലിയൊരു വേഗതയാണ് അല്ല. അതേപോലെ ഇനിയും നമ്മളൊരു 10-200 വർഷം കഴിയുമ്പോൾ ഈ പറഞ്ഞത് കറക്റ്റായിരിക്കും. ഇപ്പം നമ്മളതിൻ്റെ അത്ഭുതപ്പെടും. അത് ടെക്നോളജിക്കലി ഒന്നും ആയിട്ടില്ല. ഇപ്പോഴും അത് ഒരു ഇമാജിനറി ഇതാണ്. പക്ഷെ നമുക്കതിൽ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാം. അതൊക്കെയാണ് സാധ്യത.